നമസ്കാരം. മുഖ്യമന്ത്രി വി.ഡി. സതീശനും പ്രതിപക്ഷ ഭരണപക്ഷ നേതാക്കളും ചേർന്ന് ദില്ലിയിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നടത്തിയ ധർണാ സമരമാണ് ഇപ്പോൾ രാജ്യത്തുടനീളം വലിയ നിയമ ഭരണഘടനാ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നത്. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും ഭരണഘടനാ പദവികൾ വഹിക്കുന്ന ജനപ്രതിനിധികളും അതീവ സുരക്ഷാ മേഖലയിൽ നിരോധനാജ്ഞ ലംഘിച്ച് ഉപരോധ സമരം നടത്തുമ്പോൾ അതിന് പിന്നിലുള്ള നിയമവശങ്ങളും പ്രോട്ടോകോൾ ലംഘനങ്ങളും എന്തൊക്കെയാണെന്നത് പരിശോധിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ ജനാധിപത്യത്തിന്റെ ഭാഗമാണെങ്കിലും ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്നവർ നിയമലംഘനം നടത്തുമ്പോൾ അത് സത്യപ്രതിജ്ഞാ ലംഘനമാണോ എന്ന ഗൗരവകരമായ ചോദ്യമാണ് ഉയരുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 164(3) പ്രകാരമാണ് മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. ഭരണഘടനയോട് നീതി പുലർത്തും, നിയമങ്ങൾ പാലിക്കും എന്ന പ്രതിജ്ഞ എടുക്കുന്ന വ്യക്തി തന്നെ രാജ്യതലസ്ഥാനത്തെ അതീവ സുരക്ഷാ മേഖലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ള BNS 163 പഴയ CRPC 144 അറിഞ്ഞുകൊണ്ട് ലംഘിക്കുന്നത് നിയമപരമായി ചോദ്യം ചെയ്യപ്പെടാം. സുപ്രീം കോടതിയുടെ പല ഉത്തരവുകളിലും ഡൽഹിയിലെ അനുവദനീയമായ സമരവേദി ജന്തർ മന്ദറാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സുപ്രീം കോടതി ഉത്തരവുകളെയും SPG സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ആക്ട് പ്രകാരമുള്ള 1988 പ്രകാരമുള്ള സുരക്ഷാ പ്രോട്ടോകോളുകളെയും ഒക്കെ മറികടന്ന് പ്രധാനമന്ത്രിയുടെ വസതി തടസ്സപ്പെടുത്തുന്നത് ഭരണഘടനാ സംവിധാനങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന ഗൗരവമേറിയ വിഷയമാണ്. നിയമപരമായി നോക്കിയാൽ ആർട്ടിക്കിൾ 361 പ്രകാരം രാഷ്ട്രപതിക്കും ഗവർണർക്കും മാത്രമേ ക്രിമിനൽ നടപടികളിൽ നിന്ന് പരിപൂർണ രക്ഷയുള്ളൂ. ഒരു മുഖ്യമന്ത്രിക്കോ മറ്റ് മന്ത്രിമാർക്കോ ഇത്തരം ഒരു പരിരക്ഷയില്ല. BNS 285 പൊതുവഴി തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം കേസെടുക്കാൻ സാധിക്കും. ഇത്തരം നിയമലംഘനങ്ങൾ ഗവർണർ രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 356 പ്രകാരം സംസ്ഥാന സർക്കാരിന്റെ ഭരണഘടനാ യോഗ്യതയെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വ്യാഖ്യാനിക്കപ്പെടാം. രാഷ്ട്രീയമായ വിയോജിപ്പുകളും ആവശ്യങ്ങളും ഉന്നയിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. എന്നാൽ ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്നവർ നിയമം കയ്യിലെടുക്കുമ്പോൾ അത് നാളത്തെ മറ്റു പ്രാദേശിക സമരങ്ങൾക്കും തെറ്റായ മാതൃകയായി മാറും. ഭരണഘടനാ സ്ഥാപനങ്ങളെയും നിയമ സംവിധാനങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് മാത്രം പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നതാണ് ജനാധിപത്യത്തിന്റെ ഭംഗി.